മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം നാളെ ഡൽഹിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഉടൻ ചേരും. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, തുടർച്ചയായി 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവാണ് വിട വാങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ആതിര, മന്ത്രിസഭാ യോഗം ആരംഭിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ സമാധി അടക്കം എവിടെയാണ് അന്തിമവിശ്രമം കൊള്ളുക എന്ന അടക്കമുള്ള കാര്യത്തിലെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുറച്ച് സമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. എന്തായാലും അല്പസമയം തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു, സർക്കാരുമായി ചേർന്ന് ചർച്ച ചെയ്ത് ചടങ്ങുകൾ തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസും വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലാണ്. ആ രീതിയിൽ അല്പസമയത്തിനകം തന്നെ പൊതുദർശനം തുടങ്ങുമെന്നും നമുക്കറിയാൻ കഴിയുന്നു. നിലവിൽ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് 10 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. വളരെ പ്രഗത്ഭനായ, അല്ലെങ്കിൽ ആ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ എല്ലാവരും അംഗീകരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഏറ്റവും ഒരു രാഷ്ട്രതന്ത്രജ്ഞ എന്ന രീതിയിൽ തന്നെ മികച്ചൊരു ധന വിനിയോഗത്തിലടക്കമുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മികവുറ്റ ഒരു ഭരണാധികാരി എന്ന വിവരത്തിൽ തന്നെയാണ് മൻമോഹൻ സിംഗ് അറിയപ്പെടുന്നത്. ഇന്ത്യയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ച ഒരു പ്രധാനമന്ത്രി എന്ന വിശേഷണമെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഏറെ നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു, വിശ്രമത്തിലായിരുന്നു എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം വസതിയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് വളരെ വേഗം ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഒരു 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ 1991-96 കാലത്താണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ പുതുകാലത്തിലേക്ക് ചൂടുമാറ്റി ആ രീതിയിൽ അവിടെ ധനമന്ത്രിയായി അദ്ദേഹം മൻമോഹൻ സിംഗ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുന്നത്. കൂടാതെ 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് വളരെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അടക്കം ശാക്തീകരിക്കുന്ന രീതിയിലുള്ള ചില നടപടികളെല്ലാം തന്നെ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു തൊഴിലുറപ്പ് നിയമം, വിവരാവകാശ നിയമം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവരുടെ പേരിലാണ് ആ കാലഘട്ടം ശ്രദ്ധേയമായത്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി 2008-2009 കാലത്തിൽ ലോകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. പക്ഷേ അത് ഇന്ത്യയെ ബാധിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ, അതായത് മൻമോഹൻ സിംഗിൻ്റെ വലിയൊരു പ്രവർത്തന മികവ് കൊണ്ട് മാത്രമാണ്. എന്തായാലും ഒരു സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ രീതിയിലുള്ള മെച്ചമുണ്ടാക്കാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിഞ്ഞു എന്നത് തന്നെയാണ് മൻമോഹൻ സിംഗ് എന്ന ഭരണാധികാരിയെ ഏറ്റവും തലയെടുപ്പോടെ നിർത്തുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വകാര്യവൽക്കരണം, അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടിയും വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചും ഘട്ടം ഘട്ടമായി രൂപയുടെ സ്വതന്ത്ര വിനിമയം അനുവദിച്ചുള്ള വലിയൊരു മാറ്റമുണ്ടാകുന്നത്. എന്തായാലും ആ സാമ്പത്തിക വിദഗ്ധൻ എന്ന ഒരു വൈദഗ്ധ്യം അദ്ദേഹം വലിയ രീതിയിൽ തന്നെ അദ്ദേഹം ആ ഭരണത്തിലുടനീളം ഉപയോഗിക്കുന്നൊരു കാര്യമുണ്ടായി. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളുമായെല്ലാം വലിയ രീതിയിലുള്ളൊരു ബന്ധം അദ്ദേഹത്തിന് പുലർത്താൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുമായുള്ളൊരു ബന്ധമാണ്. 2008 അമേരിക്കയുമായി ഒരു സിവിൽ ആണവ കരാർ ഉണ്ടായി. അത് വിദേശ നയത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചൊരു ഘടകമായി മാറി, ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പായി മാറി. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ UPA സർക്കാരിൻ്റെ കാലത്ത് UPAയിൽ ഒരു ചെറിയൊരു ഭിന്നത ഉണ്ടാകുന്ന സാഹചര്യം, ഇടതുപക്ഷം UPAയുടെ പിന്തുണ പിൻവലിക്കുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായി. പിന്നീട് വിശ്വാസ വോട്ട് നേടി വീണ്ടും ഭരണത്തിലേക്ക് വരുന്ന സാഹചര്യം, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ
ആ രാഷ്ട്രീയ ഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയ ശ്രദ്ധ നേടിയ കാര്യങ്ങളാണെന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കി തുടർഭരണം നേടിയ ആദ്യ പ്രധാനമന്ത്രി എന്ന വിശേഷണവും മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ഉണ്ട്. കൂടാതെ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലത്ത് ഈ 2G സ്പെക്ട്രം അടക്കമുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. വലിയൊരു തോൽവി കോൺഗ്രസിനെ നേരിടേണ്ടി വരുന്നു. അതെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും 6 തവണ രാജ്യസഭാംഗമായിട്ടുണ്ട് മൻമോഹൻ സിംഗ്. 1999 അദ്ദേഹം സൗത്ത് ഡൽഹിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് അന്ന് ജയിക്കാൻ കഴിഞ്ഞിരുന്ന ആ ഒരു കാലം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം നേരിട്ടതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി എന്ന വിശേഷണം തന്നെയാണ് മൻമോഹൻ സിംഗിന് ഉള്ളത്. ആ യുഗം അവസാനിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ശില്പി എന്ന് തന്നെയാണ് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയെ മികച്ച രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ അത് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെല്ലാം തന്നെ ഒരു സുപ്രധാന പങ്ക് വഹിച്ച ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ആ രീതിയിലൊരു സാമ്പത്തിക തന്ത്രജ്ഞൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നൊരു വിശേഷം തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്തായാലും എല്ലാ നേതാക്കളുമായി എല്ലാ കക്ഷികളിലെ ആളുകളുമായി മികച്ചൊരു ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് തന്നെയാണ് വിടവാങ്ങിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ എവിടെയാണ് നടക്കുന്നത് നമുക്കറിയാൻ കഴിയും. അതിനുവേണ്ടി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയാണ്. കൂടാതെ AICC ആസ്ഥാനത്ത് അല്പസമയത്തിനകം തന്നെ പൊതുദർശനവും ആരംഭിക്കും. ആതിര. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമായിരുന്നു. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ച വ്യക്തിത്വമായിരുന്നു. ധനമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിലുമൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ രക്ഷകനായിരുന്നു എന്നായിരുന്നു AK ആന്റണി സൂചിപ്പിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഓർക്കുന്നത്? അതിന് 1991 മുതൽ 96 വരെ ഈ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രി ആവുകയാണ് മൻമോഹൻ സിംഗ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരുന്നത് അവിടെയാണ്. എന്തായാലും അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചില നയങ്ങൾ, അതായത് സാമ്പത്തിക ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം തുടങ്ങി പരിഷ്കാരങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പരമ്പരാഗത നിലവിൽ തുടർന്നു വരുന്ന രീതിയെ മാറ്റി ഒരു പുതിയൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. 2004 മുതൽ 2014 വരെ 2 വട്ടമാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദം വഹിച്ചത്. എന്തായാലും സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി എന്ന വിശേഷണവും മൻമോഹൻ സിംഗിന് അവകാശപ്പെടുന്നതാണ്. കൂടാതെ 1932 സെപ്റ്റംബർ 26 അദ്ദേഹത്തിൻ്റെ ജനനം. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രിയായിരുന്ന LN മിശ്രയുടെ മന്ത്രാലയത്തിൽ അദ്ദേഹത്തെ ഉപദേശകനായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ 72 മുതൽ 76 വരെ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. പിന്നീട് 85 മുതൽ 87 വരെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു. ആ രീതിയിൽ സുപ്രധാനമായ പദവികളെല്ലാം തന്നെ അദ്ദേഹത്തിന് വഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത്. കൂടാതെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രവേശനം വളരെ നാടകീയമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. PV നരസിംഹറാവു അന്നത്തെ പ്രധാനമന്ത്രി 1991 സംഭവം. സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കുന്നൊരു നടപടി ഉണ്ടാകുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ, അതായത് PV നരസിംഹറാവുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു വിട്ട് ഒരു രാത്രിയാണ് അദ്ദേഹത്തോട് പറയുന്നത്, ഇങ്ങനെ ധനമന്ത്രി സ്ഥാനം വരുന്നുവെന്നാണ്, ധനമന്ത്രി സ്ഥാനത്തേക്ക് താങ്കൾ വരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ആ പദവിയിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും ആ ഒരു വളരെ നാടകീയമായി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനമെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ഒരു 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന പദവിയും അദ്ദേഹത്തിന് അലങ്കരിക്കാൻ കഴിഞ്ഞു എന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതോടെയാണ് പദവി അപ്രതീക്ഷിതമായി മൻമോഹൻ സിംഗിനെ തേടിയെത്തുന്നത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ലോക്സഭാ അംഗമാകാത്ത ഒരു നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം 5 തവണയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 5 തവണ രാജ്യസഭാംഗമായി
അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിരവധി പദവികൾ പത്മവിഭൂഷൺ അടക്കം നൽകി രാജ്യം ആദരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്തായാലും ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുത്ത ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ് തന്നെയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവ് വലിയൊരു നഷ്ടം തന്നെയാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എല്ലാ അയൽ രാജ്യങ്ങളുമായി, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായി വളരെ ദീർഘമായ ബന്ധം, അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളെല്ലാം തന്നെ ആ രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു കാര്യം. ഇതെല്ലാം വലിയ ഒരു കാര്യമായി തന്നെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വലിയ പദവി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വലിയ ആർഭാട ജീവിതമൊന്നും അദ്ദേഹം ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്ന ആളല്ല. ആ രീതിയിൽ ലളിതമായ ജീവിതം നയിച്ചു, വളരെ മൃദുവായി സംസാരിക്കുന്ന ഒരാൾ, അങ്ങനെയൊക്കെ എല്ലാം തന്നെ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള വിശേഷണങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങൽ അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്ത് അവശേഷിക്കും. എന്തായാലും മൻമോഹൻ സിംഗ് എന്ന നേതാവിൻ്റെ ആ ഒരു വിടവ് എന്നും തീരാ നഷ്ടമായി തന്നെ രാജ്യത്തെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും